വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ മൊഴി പുറത്ത് ഫർസാനയോടെല്ലാം പറഞ്ഞു. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചതിന് പിന്നാലെ കസേരയിലിരുന്ന ഫർസാനയെ ചുറ്റിയക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. കടബാധ്യതയ്ക്ക് കാരണം ഉമ്മയാണെന്ന് സൽമാ ബീവി നിരന്തരം കുറ്റപ്പെടുത്തി. ഇത് മുത്തശ്ശി സൽമാ ബീവിയോടുള്ള വൈരാഗ്യത്തിന് കാരണമായി. ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും അഫാൻ മൊഴി നൽകി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, വെഞ്ഞാറമൂട്ടെ കൂട്ടക്കൊലപാതകത്തിൽ അതിന് കാരണമായ അല്ലെങ്കിൽ അതിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന മൊഴികളാണ് അഫാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അഫാൻ നിർണായകമായ ചില വിവരങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ? അഫാന്റെ മൊഴിയിൽ നിന്ന് ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ്? കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണം കടബാധ്യത തന്നെയെന്നാണ് പോലീസ് ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ഇതിൽ കുടുംബം ഏകദേശം 60 ലക്ഷത്തിലധികം രൂപ പലർക്കുമായിട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കടബാധ്യതയുടെ സമ്മർദ്ദവും വിഷമവും ഒക്കെ തന്നെ കുടുംബം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുടുംബം കൂട്ട ആത്മഹത്യക്ക് ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ അമ്മ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ആദ്യം അമ്മയാണ് ഈ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം അഫാൻ നടത്തുന്നത്. അമ്മയെ പരിക്കേൽപ്പിക്കുന്നു. തുടർന്നാണ് വീട്ടിൽ നിന്നും ഇറങ്ങി മറ്റ് കൊലപാതകങ്ങൾ അഫാൻ നടത്തുന്നത്. അതിൽ ഈ വല്യുമ്മ നിരന്തരമായിട്ട് അഫാന്റെ ഉമ്മയെ പരിഹസിക്കാറുണ്ടായിരുന്നു. ഈ അഫാന്റെ ഉമ്മ ഷെമി കാരണമാണ് ഇത്തരത്തിൽ കടബാധ്യതകളൊക്കെ തന്നെ ഉണ്ടായത് എന്ന പരിഹാസമാണ് വല്യുമ്മയെ കൊലപ്പെടുത്താനുള്ള ഒരു കാരണമായിട്ട് അഫാൻ ചൂണ്ടിക്കാട്ടുന്നത്. അതിനുശേഷം ഈ അഫാന്റെ പിതാവിന്റെ ചേട്ടൻ ലത്തീഫ് ആയാലും അത്തരത്തിൽ കുടുംബത്തിനെ പലതരത്തിൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സഹായം ഇതുവരെയും ലത്തീഫിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മുൻവൈരാഗ്യത്താലാണ് ലത്തീഫ് കൊലപ്പെടുത്തിയത് എന്നുള്ളത് അഫാൻ മൊഴിയിൽ പോലീസിന് നൽകിയിട്ടുണ്ട്. പക്ഷേ ലത്തീഫിന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ അഫാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ലത്തീഫിനെ കൊലപ്പെടുത്തിയ വിവരം സാജിദ പുറത്ത് പറയും എന്നുള്ള ഭയത്താലാണ് സാജിദയെ കൊലപ്പെടുത്താനും അഫാൻ തീരുമാനിക്കുന്നത്. ഈ പെൺസുഹൃത്തിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത് താൻ മരിച്ചുപോയാൽ പെൺസുഹൃത്ത് ഒറ്റപ്പെട്ടു പോകും എന്ന ഒരു കാരണത്താലാണ് പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. ഇതിൽ പെൺസുഹൃത്തിനോട് തൻ്റെ വീട്ടിൽ എത്തുന്ന സമയത്ത് ഈ മറ്റ് കൊലപാതക വിവരം അഫാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിന് മൊഴിയായിട്ട് അഫാൻ നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ഫർസാന അഫാനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പിന്നാലെയാണ് ഫർസാനയും തലയ്ക്കടിച്ച് അഫാൻ കൊലപ്പെടുത്തുന്നത് എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ആ സാഹചര്യത്തിൽ അഫാന്റെ കൂടുതൽ മൊഴി പോലീസിന് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇനിയും കൂടുതൽ വിവരശേഖരണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷെമിയുടെ മൊഴി മജിസ്ട്രേറ്റ് ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുലം മെഡിക്കൽ കോളേജിൽ ഷെമി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ എത്തിയാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് ശേഷം പോലീസും ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ അഫാനെ സുരക്ഷിത സ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു മൊഴിയാണ് ഷെമി നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് കൊലപാതക വിവരം, ഇളയ മകനെ അടക്കം മൂത്ത മകൻ കൊലപ്പെടുത്തിയ വിവരം ഒന്നും തന്നെ ഷെമി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇളയ മകനെ ഇപ്പോഴും ഷെമി ബന്ധുക്കൾ അരികിലെത്തുമ്പോൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അവൻ ഒരു ബന്ധു വീട്ടിലാണ് എന്നുള്ളതാണ് ബന്ധുക്കൾ ഷെമിയെ ധരിപ്പിച്ചിരിക്കുന്നത്. മറ്റ് കൊലപാതക വിവരം ഒന്നും തന്നെ ഇപ്പോഴും ഷെമി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ചോദ്യം ചെയ്യൽ എന്താണ്? സൂര്യ തുടരുക. സെക്രട്ടറി